വിളിച്ചോണ്ട് വന്ന് തികച്ചൊരെണ്ണം പോലും ഇതുവരെ പ്രാക്ടീസിന് വന്നിട്ടില്ല. ആ ജഗദമ്മേ ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ, ആടി ജഗദമ്മേ. ആ നീ എന്ത് പ്രാക്ടീസിന് വരണില്ലേ? തലവേദനയാ. അത് ഞങ്ങൾക്കറിയാം. പിന്നെ എണ്ണം തികയത്തോണ്ടാണ് നിന്നെ പിടിച്ച് ഇതിന്റെ അകത്ത് ഇട്ടെ. അയ്യോ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് തലവേദനയാന്നല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭർത്താവിന് തലവേദനയാന്ന്. എടി, അവന്റെ തലവേദന മാറണമെങ്കിൽ നീ അവിടെ നിങ്ങോട്ട് വരണം. അപ്പൊ അവന്റെ തലവേദന തന്നെത്താനെ മാറിക്കൊള്ളും. അയ്യോ, അത് പറ്റത്തില്ല. അതെന്ത്? അങ്ങേരുടെ തലവേദന മാറണമെങ്കിലേ ഞാൻ അടുത്തിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നേ. എന്റെ ഭഗവാനെ, നീ വച്ചിട്ട് പോ. അവന്റെ തല വെട്ടിപ്പൊളന്നാലേ ഇവളടങ്ങത്തുള്ളെന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പൊ ഞാൻ ആരെ വിളിക്കും? സുലോചനേച്ചി. ഓ, ആരും വന്നില്ലേ? ഇല്ലടി, ആരും ഇതുവരെ വന്നില്ല. പക്ഷേ എല്ലാത്തിനും വരുത്താനുള്ള ഐഡിയ ഒക്കെ എന്റെ കയ്യിലുണ്ട്. അതെന്താ? എടി, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പില്ലേ, അതിലൊരു വോയിസ് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുക. നമ്മുടെ സാവിത്രിയിലെ തെക്കേ പുറത്തെ അവളെ മോള് ഒരു ബംഗാളിയുടെ ഒളിച്ചോടിപ്പോയി. ബാക്കി കഥ എന്താണെന്ന് അറിയണമെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിയ കഥയും പറഞ്ഞു തരും. ഗ്രൂപ്പിലിടാ മെസ്സേജ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടടി. ഞാൻ എങ്ങാലും ഈ വോയിസ് എടുത്ത് ഗ്രൂപ്പിലിട്ട ഒരു 500 പെണ്ണുങ്ങളെങ്കിലും കുമിഞ്ഞൂടി ഇങ്ങോട്ട് അടിച്ച് കേറി. ബാക്കിയുള്ളതിനെയൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടാനാണ്? ചേച്ചി, എന്താ മതിലൊരു തേങ്ങ പൊതിച്ച് കിടക്കുന്നു? അത് പൊതിച്ച തേങ്ങയല്ലടി. പിന്നെ അപ്പുറത്തെ വീട്ടിലെ രമണിയില്ലേ, ആ രമണിയുടെ ഭർത്താവ് കോവളം പ്രസാദ് ഇവിടെ തിരുവാരി നടക്കണുണ്ടെന്നും പറഞ്ഞോണ്ട് എത്തി നോക്കണയാണ്. അതൊക്കെ പോട്ടെ. ചേച്ചി മീൻ വളർത്തുന്നുണ്ടാ? ഇന്നലെ അക്വറത്തിൽ നിൽക്കുന്നുണ്ട്. ഓ, അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതാ. അക്വറത്തിലോ? ഓ എടി, അത് വേറൊന്നും അല്ല. ഇന്നലെ ഞാനും എന്റെ നാത്തൂന്റെ മോനും കൂടെ പുറത്തുപോയി. അന്നേരം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ മോനെ, ഏതെങ്കിലും ഒരു നല്ല ഫിഷ് ഫുഡ് ഇടുന്ന സ്പോട്ടിൽ കൊണ്ട് കയറ്റേ. അവൻ നേരെ അക്വാരത്തിൽ കൊണ്ട് കയറ്റി തന്നു. ഫിഷ് ഫുഡ് നിന്നെ ഞാൻ എന്തടി ഗോൾഡ് ഫിഷാ? അയ്യേ, അയ്യാണോ? അയ്യോ, എന്റെ അമ്മായിയമ്മ. എടി സുലോചനെ, ഇന്നോട്ട് ഞാനുണ്ടടി തിരുവാതിര കളിക്കാൻ. അതിന് വേണ്ടിയാ ഞാൻ അങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നേക്കുന്നേ. അല്ല, ഇന്നെ കാണാൻ എങ്ങനെ ഉണ്ട്? 90കളിലെ അംബാസിഡർ കാലറിനെ കല്യാണത്തിനോട് ഒരുക്കി നടത്തിയിരിക്കണ പോലെ ഉണ്ട്. ചേച്ചി, ഇത് ഞാൻ തിരുവാതിര കളിക്കുന്നോടുള്ള കുശുമ്പ് എന്നെ. അയ്യോ, അതുകൊണ്ടൊന്നല്ല. ഇവള് രാവിലെ തന്നെ വീട്ടിലെ പണിയൊന്നും ചെയ്യാതെക്കാൻ വേണ്ടിട്ടേ തിരുവാതിര കളി എന്ന് പറഞ്ഞ അങ്ങ് ഇറങ്ങിപ്പോ. എന്നിട്ട് ആ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നത് ഞാനാ. അങ്ങനെ സൂചിച്ച് തിരുവാതിര കളിക്കണ്ട. നിങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ അറിയാ? തിരുവാതിര എന്തെന്നാ നിങ്ങൾക്ക്? എന്റെ ആയ പ്രായത്തിലെ എത്ര തിരുവാതിര കളിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? കിട്ടിയതായിരിക്കത്തില്ല. ജഡ്ജസിനെ പ്രാഗിറ്റ് പിടിച്ചു പറിച്ച് ആയിരിക്കും. അല്ലെങ്കിൽ കമ്മിറ്റിക്കാര് കാണാണ്ട് അടിച്ചോണ്ടോടിയതായിരിക്കും. ആ, എന്റെ കുടുംബക്കാരടി അടിച്ചോണ്ടോടിയേ. എന്റെ വീട്ടുകാരില്ലേ നല്ല കലയൊക്കെ ഉള്ളവരാ. എന്റെ അമ്മ നല്ല മോഹിനിയാട്ടക്കാരിയാ, അറിയോ? മോഹിനിയാട്ടം. ഇവളച്ഛൻ മോഹനിട്ട ആട്ടലാണ് ഇവളമ്മയുടെ പരിപാടി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആടി കൂടുന്ന നിർത്ത്. കടലമ്മയ്ക്ക് തിരുവാതിര കളിക്കണമെന്നുണ്ടെങ്കിൽ കടലമ്മയാ. അയ്യോ, പേരൊന്നും കമലമ്മ. ആ, കമലമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കളിക്കട്ടെ. അല്ലേ, ഇതെന്താ നടക്കുന്നത്? ഇതൊരു കലാരൂപാണ്. അതിന് ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അത് ശരിയാ, എനിക്ക് ഇവളത്ര അഭിനയിക്കാൻ അറിയില്ല. നിങ്ങളൊക്കെ ഇവളെ അഭിനയം കണ്ടുണ്ടോ? എന്നോടൊരു അഭിനയം അഭിനയിക്കും, എന്നിട്ട് എന്റെ മോനോട് വേറൊരു അഭിനയം, ഇവിടെ വീട്ടുകാർ വരുമ്പോ മറ്റൊരു അഭിനയം, പിന്നെ ഈ നാട്ടുകാരൊക്കെ എടുത്തേ ഒരു സ്പെഷ്യൽ അഭിനയ. ഇങ്ങനത്തെ അഭിനയം ഒന്നും എന്തായാലും അറിയില്ലേ? ശരി ചേച്ചി, അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നതിൽ ഇവർക്ക് നല്ല ഭാവിയുണ്ട്. ക്രിക്കറ്റില് ഭാവിയാ? നമ്മളെ ആ ബോളർ ഷെയ്ൻ വൂണില്ലേ, ബോൾ കുത്തി തിരിച്ചല്ലേ എറിയുന്നത്. ഷെയ്ൻ വൂൺ ഒന്നും അല്ല, അതിനെക്കാട്ടും വലിയ കുത്തിത്തിരിപ്പ് ഈ തള്ള. പുഷ്പേ, കമലമ്മയ്ക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അയ്യോ, അങ്ങനെ എല്ലാം ഒന്നും പഠിപ്പിച്ചു തരണ്ട. കുറച്ചൊക്കെ എനിക്കറിയാം. കുറച്ചൊക്കെ അറിയാന്നല്ലേ പറയുന്നേ? എന്നാ പിന്നെ ഞാൻ പറയുന്ന കുറച്ച് അഭിനയങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കേ. എല്ലാരും ശ്രദ്ധിച്ചോണേ. ശൃംഗാരം. അയ്യേ, ഇതെവിടത്തെ ശൃംഗാരം? വയസ്സായ ശൃംഗാരം എത്രയൊക്കെ വരത്തുള്ളൂ. എന്റെ ആയ പ്രായത്തിലെ എത്ര ശൃംഗരിച്ചതാ. കമലമ്മേ, ഇതിപ്പോ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയണ അടുത്ത നിങ്ങളൊന്ന് ചെയ്യേ. കരുണം. ഒരു കരുണ പോലും ഇല്ലാത്തവരെ എന്തോന്ന് കരുണ കാണിക്കാനാ? ഞാൻ കാണിച്ചോളാം. ഓ, ഇതൊരുമാതിരി പൂച്ച ഉണക്കമീ മുളപ്പിച്ച പോലെ ഉണ്ടല്ലോ. ഇതെന്താ നീ പറയണേ? ഒന്നെങ്കിലും നിന്റെ അമ്മയമ്മയല്ലേ ഇത്? ഒറ്റ അടി വെച്ച് പറ്റിച്ചേരും ഞാൻ. ഇതുകൊണ്ട് നിനക്ക് പൂച്ച ഉണക്കമീ മുളപ്പിക്കണ പോലെയാണോ? പിന്നെ വെറും പൂച്ചയാണോ? കണ്ടം പൂച്ച മുളപ്പിക്കണ പോലെ എന്ന് പറയണം. അയ്യോ, ഇതൊന്നും അല്ല കരുണം. വേറെ ഒരെണ്ണം ഞാൻ തരാം. ബീഭത്സ്യം. അത് ചെയ്യണമെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഇവളെ അങ്ങോട്ട് പിടിച്ചു നിർത്താം. ഇവളെ മുഖം കണ്ടാലേക്ക് ആ ബീഭത്സ്യം വരൂ. അപ്പൊ മാസ്റ്റർ പീസ് ആണല്ലേ? ഇവിടെ ഒന്ന് നിക്ക്. കേരളത്തിന് ഒന്നേന്ന് ഉണ്ടാക്കാൻ പോണ പരശുരാമൻ നിൽക്കും പോലെ നിക്കാണ്. അയ്യോ, അമ്മയ്ക്കിപ്പം തിരുവാതിര പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ. വട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും
കമലമ്മ ഇവിടെ വാ, ഞാൻ അവിടെ നിക്കാം. ആദ്യത്തത് അരമണ്ഡലമാണ് കേട്ടോ. പുഷ്പയ്ക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടെ താഴെ, കുറച്ചും കൂടെ. അല്ലേ ചേച്ചി എനിക്ക് താഴാൻ പറ്റൂല. അതെന്ത്? പുഷ്പ താഴത്തിലുള്ള ഇടി കുറച്ചും കൂടെ താഴടി പെണ്ണേ. ചേച്ചി പുഷ്പയാമേ അവളൊരു പുഷ്പ കുറെ നേരം കൊണ്ട്. അല്ലേ ചേച്ചി താഴ്ന്നില്ലല്ലോ. എനിക്ക് താഴാൻ പറ്റത്തില്ലടി. എന്താ? ഞാനിങ്ങനെ താന്നാണ് എന്റെ 18 പാവട വട്ടത്തിൽ കയറി വീട്ടിൽ. അതുകൊണ്ട് ഞാൻ ഇനി താഴത്തില്ല. അപ്പൊ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങാം. ആരെന്താ? പാർവതീന്ദുമുഖി പാർവതി എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ അമ്മ പുഷ്പയുടെ അടുത്ത് പോണം. എന്ത് പറയുന്നു? പഠിച്ചില്ലേ? പുഷ്പയ്ക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ചെയ്യാം. പാർവതീന്ദുമുഖി പാർവതി. ടൈമിംഗ് ഇല്ല. നിങ്ങൾ ആ ഏച്ചിനെ അടിച്ചല്ലോ. ടൈമിംഗ് ഉണ്ട്. തെറ്റായി പോയി. നിങ്ങൾ എന്തിനാണ് അവളെ ചെപ്പാൻ കുറ്റി നോക്കി അടിച്ചു കൊടുത്തത്? ഇനി മേത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നിന്നോടും കൂടെ ചേർത്തേനെ ഞാൻ പറഞ്ഞത്. പാർവതീന്ദുമുഖി പാർവതി. ഇതാണോ സ്റ്റെപ്പ്? കണ്ടേ ചേച്ചി. കമലമ്മേ, ഇത് തിരുവാതിരയാണ്, അല്ലാതെ കയ്യാക്കളിയല്ല. എന്തെങ്കിലും വിരോധം തമ്മി ഉണ്ടെങ്കിൽ അത് മര്യാദക്ക് വീട്ടിൽ തീർത്തിട്ട് വന്നെങ്ങാനും ചെയ്ത രണ്ടിനെ ഞാൻ അവിടുന്ന് പുറത്താക്കും. അയ്യോ, എന്റെ 3 മക്കളാണേ സത്യം. ഞാൻ അതൊന്നും അറിഞ്ഞോണ്ടല്ലേ ചെയ്തത്. ചുമ്മാതെയാ. ഞാനും പുഷ്പയും കളിച്ച് കാണിച്ചുതരാം. അത് കണ്ട് കമലമ്മ ചെയ്താൽ മതി. തെറ്റിക്കല്ലേ. പാട്ടിട്. കമലമ്മേ, നിങ്ങളടുത്ത് ഞാൻ നോക്കി കളിക്കാനല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തിനാണ് ഈ കാണിച്ചു കൂട്ടണത്? ഞങ്ങള് കളിച്ചോലെന്നാണല്ലോ കളിച്ചേ. നിങ്ങളല്ലേ തെറ്റിച്ചേ? ഞാനൊരു കാര്യം പറയുന്നതിൽ വിരോധം ഒന്നും തോന്നരുത്. ഇല്ല. അടുത്ത തിരുവാതിരക്ക് കളിച്ചാ പോരെ? ഉണ്ടാവൂല. എന്റെ മോനോട് പറഞ്ഞിട്ട് ഞാൻ അവളെ വിടത്തില്ല. ശരിയാച്ചി, അമ്മേന്റെ പൊന്നാര മോനാ. അത് എന്ത് പറഞ്ഞാലും കേക്കൂ. ഓ, നീ പോയി കഴിഞ്ഞാൽ ഈ തിരുവാതിര മൊത്തം അങ്ങ് കുഴയുമല്ലേ. നമ്മളിപ്പോ എന്തോ ചെയ്യും? ഒരു വഴിയുണ്ട്. രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യാം. കമലമ്മേ, കമലമ്മയ്ക്ക് തിരുവാതിര പങ്കെടുക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. വാക്കൊന്നും മാറ്റില്ല കേട്ടോ. ഇല്ല. അപ്പൊ ഒരാൾക്ക് പകരം നിൽക്കുന്നതിൽ പ്രശ്നമുണ്ടോ? എനിക്ക് ആർക്ക് പകരം നിന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ തിരുവാതിരയിൽ പങ്കെടുക്കണം. അത്രേ ഉള്ളൂ. അല്ല, ആർക്ക് പകരാ? സുനിതക്ക് പകരാ? അല്ല. രമണിക്ക് പകരാ? അല്ല. പിന്നെ ആർക്ക് പകരാ? നടുക്കൊരു വിളക്കുണ്ടല്ലോ. ആ വിളക്കിന്റെ സ്ഥാനത്ത് ഇത്തിരി അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കാൻ പറ്റുമോ? വിളക്കിന് പകരം നിലവിളക്കാക്കിയാ? എന്നാ പിന്നെ നമുക്ക് അതിന്റെ തണ്ണി വെച്ചൊരു തിരിയും കൂടി കത്തിക്കാൻ പറ്റുമോ? പുഷ്പേ, ഓളത്തിലുള്ള